ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്കമാലി സ്റ്റൈലിൽ മാങ്ങാക്കറി ആട്ടോ. ഇത് വളരെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് മാങ്ങ സീസണാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഒരു പുളിയുള്ള മാങ്ങ ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കിട്ടണത് പുളി കുറവാണെങ്കിൽ 2 മാങ്ങ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ, അതായത് ചൊർക്ക ഇടുന്നുണ്ട്. ഗായ്സ്, ഈ ഒരു ടൈമിൽ നമ്മൾ മാങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണുണ്ട്. പിന്നെ നമ്മൾ കറിച്ചട്ടിയിലാണ് ചെയ്യാൻ പോണത്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞിടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ സവാളയാണ് കയ്യിലുണ്ടെങ്കിൽ 2 എടുക്കണം. അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലിട്ട് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കുറച്ചുപ്പ്, നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിരിക്കണതുകൊണ്ട് കുറച്ചുപ്പ്, സവാള വേകാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പിടാം. പിന്നെ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും ഉപ്പും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേണ്. ഈ ഒരു ടൈമിൽ നമ്മൾ പൊടികൾ ചേർക്കണേണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഈ 3 പൊടികളാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണേണ്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടികളും മുളകും എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കണേണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണേണ്. അപ്പോൾ സവാളയും പച്ചമുളകും തേങ്ങാപ്പാൽ. ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതേ മിക്സ് ചെയ്തിട്ട് ഗ്യാസിലോട്ട് വെക്കാൻ പോണേണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കറി ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടൈമിലാണ് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ എല്ലാം ഇട്ട് കൊടുക്കണേണ്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. കറി ഒന്നും വേകാൻ വേണ്ടി മൂടി വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്കൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി നോക്കാം. ഗൈസ്, നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ 1-ാം പാൽ ചേർക്കണേണ്. ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാൻ പോണേണ്. പിന്നെ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കറി ഒന്ന് താളിച്ചിട്ടുണ്ടാണ്. കടുകും ഉള്ളിയും കൂടി താളിച്ചിട്ടുണ്ടാണ്. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഇട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും വറ്റൽമുളകും പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേണ്. ഇതും കൂടി നമുക്ക് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ആകുള്ളൂ. അങ്ങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കളർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് എടുത്ത്, അപ്പോൾ ഇത് നമുക്ക് കറിയുടെ മീതെ ഇടാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കണ സമയത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.